ഹോർമുസിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാനുള്ള ട്രംപിന്റെ അഭ്യർത്ഥന നിരസിച്ച് ഓസ്ട്രേലിയയും ജപ്പാനും. ഇറാൻ യുദ്ധത്തെ തുടർന്ന് തടസ്സപ്പെട്ട സുപ്രധാന എണ്ണപാതയായ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതിന് യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 7 രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിരവധി US സഖ്യകക്ഷികൾ അതിനെ പൂർണ്ണമായും നിരസിച്ചിരിക്കുകയാണ്. നാവിക ആസ്തികൾ സംഭാവന ചെയ്തില്ലെന്ന് ഓസ്ട്രേലിയ അറിയിച്ചു. ക്യാബിനറ്റ് മന്ത്രി കാതറിൻ കിങ് ABCയോട് വ്യക്തമാക്കി. കടലിടുക്ക് നിർണായക പ്രാധാന്യമുള്ളതാണെങ്കിലും കാൻബറയോട് ഒരു കപ്പൽ അയക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അങ്ങനെ ചെയ്യാൻ പദ്ധതിയിട്ടിട്ടില്ലെന്നുമാണ്. ഹോർമുസ് കടലിടുക്കിലേക്ക് ഞങ്ങൾ ഒരു കപ്പൽ അയക്കില്ല. അത് എത്രത്തോളം അവിശ്വസനീയമാം വിധം പ്രധാനമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് ഞങ്ങളോട് ആവശ്യപ്പെട്ടതോ ഞങ്ങൾ സംഭാവന ചെയ്യുന്നതോ അല്ലെന്നും കാതറിൻ കിങ് പറഞ്ഞു. ഈ ഘട്ടത്തിൽ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാനും സംയമനം പ്രഖ്യാപിച്ചു. എസ്കോർട്ട് കപ്പലുകൾ അയക്കാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ജപ്പാന്റെ നിയമ ചട്ടക്കൂടിനുള്ളിൽ ഓപ്ഷനുകൾ ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മുതിർന്ന നിയമനിർമ്മാതാവ് സനെ തകായിച്ചി സ്ഥിരീകരിക്കുകയും ചെയ്തു. തീരുമാനമെടുക്കുന്നതിന് മുൻപ് വാഷിംഗ്ടണുമായി കൂടിയാലോചനകൾ തുടരുമെന്ന് ദക്ഷിണ കൊറിയ പറഞ്ഞു. ഏതൊരു നീക്കവും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്തതിന് ശേഷമായിരിക്കുമെന്നും പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ആഗോള ഷിപ്പിംഗ് തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് കടലിടുക്ക് വീണ്ടും തുറക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപുമായി ചർച്ച ചെയ്തതോടെ ബ്രിട്ടൻ നയതന്ത്രപരമായ സ്വരത്തിൽ പ്രതികരിച്ചതായി ഡൗണിംഗ് സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന യോഗത്തിൽ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരാൻ സമ്മതിച്ചുകൊണ്ട് സ്റ്റാർമർ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായും സംസാരിച്ചു. ഞായറാഴ്ച എയർഫോഴ്സ് വണ്ണിൽ സംസാരിക്കവേ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 5/1 വഹിക്കുന്ന ജലപാതയെ നിയന്ത്രിക്കാൻ മിഡിൽ ഈസ്റ്റേൺ ക്രൂഡിനെ വളരെ അധികം ആശ്രയിക്കുന്ന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. സ്വന്തം പ്രദേശമെന്ന് താൻ വിശേഷിപ്പിച്ചതിനെ സംരക്ഷിക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു. കൂടാതെ അമേരിക്ക മറ്റുള്ളവരെ അപേക്ഷിച്ച് കടലിടുക്കിനെ വളരെ കുറച്ച് മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ എന്നും ആവർത്തിച്ചു. ചൈനയ്ക്ക് ശക്തമായ സ്വാർത്ഥ താൽപര്യമുണ്ടെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. ഹോർമുസ് വഴിയാണ് അവർ എണ്ണയുടെ ഭൂരിഭാഗവും ശേഖരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ബീജിംഗ് ഏതെങ്കിലും സഖ്യത്തിൽ ചേരുമോ എന്ന് പറയാൻ വിസമ്മതിച്ചു. എണ്ണവില കുതിച്ചുയരുന്നത് തുടരുന്നതിനാൽ അദ്ദേഹം അപ്പീലുകൾ നൽകിയിട്ടും ഉറച്ച പ്രതിബദ്ധതകളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതേസമയം ചില രാജ്യങ്ങളുടെ പേര് പരാമർശിക്കാതെ അവരുമായി സംഭാഷണം നടത്തി വരികയാണെന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് ഞായറാഴ്ച NBCയോട് പറഞ്ഞു. ആഗോള എണ്ണ കയറ്റുമതിയുടെ 5/1 ഭാഗവും കടന്നു പോകുന്ന ഈ കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിൽ ചൈന സൃഷ്ടിപരമായ പങ്കാളിയായിരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.